ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ മാരിയമ്മൻ കോവിലിന് പോയതിന് ശേഷം നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ പൈങ്കിളി ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഞെട്ടിപ്പോയി തിരിഞ്ഞ് മമ്മേൻ്റെ മുടിയിൽ കുട വെച്ച് വലിച്ചു. അപ്പം മമ്മേൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു, എനിക്ക് കണ്ടാൽ മനസ്സിലാവട്ടെ. അങ്ങനെ നമ്മൾ നരസിംഹ ക്ഷേത്രത്തിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഗായ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ വന്നപ്പോഴേക്കും അമ്പലം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വേഗം നമ്മൾ കണ്ടപാടെ അവിടെ ഉള്ളവരൊക്കെ നമ്മളെ ഫുഡ് കഴിക്കുന്നിടത്തേക്ക് വേഗം വിളിച്ചുകൊണ്ട് പോകാനുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വന്ന എല്ലാവർക്കും തന്നെ വയറ് നിറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട്, പക്ഷെ ഒരു തിക്കില്ല. അതാണ് വലിയൊരു സ്പെഷ്യാലിറ്റി. ആരും ഇടിച്ച് തെറിപ്പിക്കുന്നില്ല. അല്ലേ നമുക്കറിയാമല്ലേ, എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇടിച്ച് തെറിപ്പിക്കുന്നു, ചോറിന് വേണ്ടി കിടന്ന് വഴക്ക് കൂടുന്നു, ഇടയ്ക്ക് കയറുന്നു. അങ്ങനത്തെ കാഴ്ചകളൊന്നും ഞാനിവിടെ കണ്ടില്ല. എന്തുകൊണ്ടും നല്ലൊരു അച്ചടക്കം ഉണ്ടായിരുന്നേ. എന്തായാലും എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഗായ്സ്. അപ്പം നമ്മുടെ ശ്രീലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ ഈ വരുന്ന ഏപ്രിൽ 26 മുതൽ മെയ് 3 വരെ നമ്മുടെ ഉത്സവമാണ്. അപ്പോൾ 26-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് കൊടിയേറ്റൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ വരും കേട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ, മടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഊണ് കഴിഞ്ഞ് കേമായൊരു ഉറക്കമാണ് വേണ്ടത്, പക്ഷേ നമ്മളിവിടെ വന്ന് കേമായിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ പാടെ നമ്മളിതാ ഫാൻസി കയറിയിട്ടുണ്ട്. അപ്പോൾ ഫാൻസി കയറി നമുക്ക് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ, നെയിൽ പോളിഷ്, റിമൂവർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ വക സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മാരിയമ്മേനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. പക്ഷേ നരസിംഹ ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവിടെ അമ്പലം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ വരുമെന്ന് വിചാരിച്ചേ ഇല്ല കേട്ടോ ഗായ്സ്. അപ്പോഴാണ് നമ്മളോട് അവരങ്ങോട്ട് പോകാൻ പറഞ്ഞത്. അങ്ങനെ നമ്മളിതേ ഒരു സിപ്പപ്പൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ സിപ്പപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈങ്കിളി വാവാറ്റിനെ സിപ്പപ്പ് പൊട്ടിച്ചു കൊടുക്കാമെന്നുള്ള രീതിയിൽ തട്ടിപ്പറിച്ച് വാങ്ങി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് കള്ളത്തരാണ് കേട്ടോ, പങ്കാൻ ഫുൾ വിളച്ചിലാണ്. അങ്ങനെ നമ്മൾ സിപ്പപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ KSRTC ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസ്സിലേക്ക് നമ്മൾ ചാടി കയറുകയാണ്. അപ്പം ബാക്ക് സൈഡിൽ കൂടിയാണ് ഗായ്സ് ഞാൻ കയറിയത്. അപ്പോൾ ഫ്രണ്ട് സീറ്റ് പിടിക്കാൻ വേണ്ടി ഞാൻ നല്ലൊരു ഓട്ടമാണ് ഗായ്സ് ഓടിയത്. അങ്ങനെ ഫ്രണ്ട് സീറ്റിൽ നമ്മുടെ സ്വന്തം ഫേവറേറ്റ് ഫ്രണ്ട്സ് എല്ലാം നമ്മൾ വന്നു നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എങ്ങോട്ടാണ് ഓൺ ദ വേ, നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ. അപ്പം നിങ്ങൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഗായ്സ് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവരോടും ബൈ ബൈ.